ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രീമൊന്നും വേണ്ടാത്ത പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡെസേർട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് 2-3 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രീം ഇല്ലാത്തൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാർലേജി ബിസ്ക്കറ്റാണ്. 79 ഗ്രാമിൻ്റെ എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു ചെറിയ പാക്കറ്റാണ്. ഇതന്നെ വേണമെന്ന് നിർബന്ധമില്ല, ചോക്ലേറ്റിൻ്റെ ഏത് ബിസ്ക്കറ്റ് നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ചോക്ലേറ്റ് സോസ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്ത് വെക്കാം. ഇതിലേക്കുള്ള ചോക്ലേറ്റ് സോസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് പാലാണ്. അതൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കൊക്കോ പൗഡർ വെച്ചിട്ട് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ, നിർബന്ധമല്ല കേട്ടോ ബട്ടറൊന്നും. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയെടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി. തണുത്തതിന് ശേഷം ഇതൊന്ന് 2 സ്പൂണ് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമല്ല കേട്ടോ. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിൻ്റെ ഒരു റെസിപ്പി അതുപോലത്തെ ഒരു ഡെസേർട്ട് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ കണ്ടെയ്നറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു കൂട്ട് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഒരു 1 കപ്പ് പാലും ചേർത്തിട്ട് ഇതും നമുക്ക് കുറുക്കിയെടുക്കണം. ഒരു 2 മിനിറ്റ് വരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക വേണം. പിന്നെ ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടറാണ്. ബട്ടറിന് പകരം നമുക്ക് ഡാൽഡ യൂസ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. 25 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ അങ്ങ് എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സ് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അധികം ഇട്ട് കൊടുക്കരുത്, കാരണം ഇത് ലൂസായി പോവും. നമുക്ക് ബട്ടർ എത്രയുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഞാനിതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രീം വിശദമായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി ഈ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഈ ക്രീം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് സോസ് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ ഒരു കവറിലേക്കോ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമില്ലാത്തൊരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്രീമിന്. ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് തണുപ്പിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റിന് പകരം നമുക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് സ്പെഷ്യൽ ഹായ് അറിയിക്കാനുണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്